ഒരു ഭാര്യ, അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, ഒരു ഓഫീസ് മുഴുവൻ അവൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നല്ല ശമ്പളമുണ്ടായിരിക്കാം. പക്ഷേ നീ വീട്ടിൽ ഒരു ഭാര്യയാണ്, നീ വീട്ടിൽ ഭാര്യയാണ്. പ്ലീസ് റോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിൽ കിടക്കുന്നത് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഈ രീതിയിലാണ് അവർ അവരെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ഭാര്യയും മക്കളും ഉള്ള ഒരു കുടുംബം, ആ വീട്ടിൽ ഒരു അപകടമുണ്ടായി എന്ന് വിചാരിക്കുക. അങ്ങനെ അപകടമുണ്ടായാൽ ഭർത്താവ് എത്ര മോശപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരപകടമുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഭാര്യയും പിള്ളേരും രക്ഷപ്പെടുത്തിയിട്ട് അയാൾ രക്ഷപ്പെടുകയുള്ളൂ. ഭാര്യ ചിലപ്പോൾ കള്ളുകുടിച്ച് നടക്കുന്നവരായിരിക്കാം, ചീത്ത പറയുന്നയാളായിരിക്കാം, ഭാര്യ ഉപദ്രവിക്കുന്ന വ്യക്തിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരപകടമുണ്ടായാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അയാൾ ഭാര്യയും പിള്ളേരെ രക്ഷപ്പെടുത്തിയിട്ട് അയാളെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലതാ ഭർത്താവിന്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ഇതുപോലെ ഒരു വീട്ടിലൊരു അപകടം സംഭവിച്ചു. ഭർത്താവ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തി. അതിന് ഫലമായി അയാളെ കാലിന് തന്നെ ഒരു ഒടിവ് സംഭവിച്ചു. ഇത് സംഭവിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഇയാൾ നോക്കുമ്പോൾ ഭാര്യ ഒരു വല്ലാതെ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടും കുഞ്ഞുങ്ങളോടും സ്നേഹമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് പറഞ്ഞു, നീ തിരക്കേടില്ലല്ലോ, തിങ്കളാഴ്ച ദിവസം എന്നെ ജീവൻ പോലും ഞാൻ ഇതാ നഷ്ടപ്പെടുത്തക്ക ഒരു സാഹചര്യത്തിൽ അതുപോലും ത്രിവൽക്കരിച്ചുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പോഴും എന്റെ കാല് നിവർന്നിട്ടില്ല, അത് ഒടിഞ്ഞേറിയിരിക്കുകയാണ്. ഇത്രയും സ്നേഹം ഞാൻ കാണിച്ചിട്ട് നീ വെള്ളിയാഴ്ച ദിവസം പറയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതോടെ നിനക്ക് സംശയമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭാര്യ പറയാ, അത് ശരിയാ, തിങ്കളാഴ്ച ദിവസം നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എന്താ തെളിവ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് സ്ത്രീ എന്ന് പറഞ്ഞാല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പല പുരുഷന്മാരുടെയും തലച്ചോറിൽ തിങ്കളാഴ്ച സ്നേഹിച്ചത് 990 സ്നേഹിച്ചത് ഇങ്ങനെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വലിയൊരു സ്നേഹമായിരിക്കും. പക്ഷേ ഇന്ന് ഈ മനുഷ്യനെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അയാൾ എന്നോട് പറയുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടെന്ന്? ഇതാണ് ഒരു സ്ത്രീക്ക് ആവശ്യമായത്. ഹല്ലേലൂയ. പലപ്പോഴും പുരുഷന്മാരെ തലയ്ക്കാതെ കിടക്കുന്നത് എന്താണുള്ളത്? ഞാൻ 1980 ഭാര്യയുടെ പേരിൽ 5 ഏക്കർ സ്ഥലം എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഇന്നത്തെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യമല്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഓരോ ദിവസവും ഭർത്താവിന്റെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നു, അത് ലഭിക്കുക തന്നെ വേണം. ആ രീതിയിലാണ് കുടുംബജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഓർമ്മകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഭർത്താവിന്റെ തലയ്ക്കകത്തായിരിക്കുന്നത്, ഭാര്യയുടെ തലയിൽ അത് ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പല ഭർത്താക്കന്മാരും വിചാരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ഇവൾക്ക് ചെയ്തു കൊടുത്തിട്ട് ഇവൾക്കൊരു സ്നേഹമോ നന്ദിയൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. ഹല്ലേലൂയ. കാരണം അവളുടെ സംസാരത്തിൽ മുഴുവൻ പരാതി, പരിഭവം, ഇത്രയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോൾ എന്തൊരു പരാതിക്കാരത്തിയാണ് എന്ന് ചിന്തിക്കും. അത് സ്ത്രീ മനസ്സ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സ്ത്രീ മനസ്സ് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എങ്ങനെ കുടുംബജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ,
അത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ഒരിക്കലും ഞാൻ പോട്ടയാശ്രമത്തിലായിരിക്കുമ്പോൾ ഒരു സഹോദരി ചിലടക്കൾ സംസാരിക്കാനോട് വന്നു. അപ്പോൾ ഞാൻ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വചനം അവളോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവളോട് പറഞ്ഞു, നീ ആ ബൈബിൾ ഭാഗം എടുത്തൊന്ന് വായിക്കുക. ഇവിടെ ബൈബിളിൽപ്പുണ്ട്. വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്റെ നേരെ നോക്കി നിൽക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, നീ പൗലോസ്ലീഹായുടെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ വചനം എടുത്ത് നീ ഒന്ന് വായിച്ചേ. അപ്പോഴും അവൾ എന്നെ നേരെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ നീ വായിക്കാത്തത്? അപ്പൊ അവള് പറഞ്ഞു, എന്റെ ഈ പുസ്തകത്തിനകത്ത് അത് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ബൈബിൾ ഇങ്ങോട്ട് വാങ്ങിച്ച് ഞാൻ നോക്കിയപ്പോഴേ പൗലോസ്ലീഹയുടെ ലേഖനമേ ആ ബൈബിളിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് മുഴുവൻ അവൾ വലിച്ചീറി കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പൗലോസ്ലീഹയുടെ ലേഖനം ഒന്നും തന്നെ കാണുന്നില്ലല്ലോ. അപ്പൊ അവള് പറഞ്ഞു, പൗലോസിന്റെ ലേഖനം അത് ഞാൻ വായിക്കുകയല്ല, അയാളൊരു സ്ത്രീ വിദ്വേഷിയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് സ്ത്രീ വിദ്വേഷിയോ? എന്താ കാര്യം? പൗലോസിനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഭാര്യയുടെ ശിരസ് ഭർത്താവാണ്. ഞാൻ കര തലയിൽ നിന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യയുടെ ശിരസ് ഭർത്താവാണ്. അത് അവൾക്ക് ഒരിക്കലും പിടിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ 1-2 ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, ഭാര്യയുടെ ശിരസ് ഭർത്താവ് തന്നെയാണ്. പക്ഷെ അത് ഒരു താഴ്ത്തിക്കെട്ടിയുള്ള ഒരു വാക്കായിട്ട് നീ എടുക്കരുത്. ഒരു ശിരസിനെ താങ്ങി നിർത്തുന്നത് ആ ശരീരവും കഴുത്തുമാണ്. ശിരസ് എത്ര വലിയ പ്രഗത്ഭമായ ശിരസാണെന്ന് പറഞ്ഞാലും കഴുത്തും ശരീരവും ശിരസിനെ താങ്ങുന്നില്ലെങ്കിൽ ശിരസ് എത്ര വലിയ ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതാ താഴെ കിടക്കുന്നു, എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ശിരസ് ശിരസായിത്തീരുന്നത് എങ്ങനെയാണ്? കഴുത്തതിനെ താങ്ങി നിർത്തുമ്പോഴാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യ ഭർത്താവിനെ താങ്ങി നിർത്തുന്നില്ലെങ്കിൽ അയാൾക്കൊരിക്കലും ദൈവം അയാളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ആ കുടുംബത്തിൽ നിർവഹിക്കുവാൻ അയാൾക്ക് സാധിക്കുകയില്ല. ശിരസിന്റെ ദൗത്യം നിർവഹിക്കാൻ അയാൾക്ക് പറ്റാതെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭർത്താവിനെ ഉയർത്തി നിർത്തുവാൻ ബോധപൂർവമായി ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേഖനം നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭാര്യാഭർത്തൃ ബന്ധത്തെ ദൈവം ഏതിനോടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. അത് ശിരസും ശരീരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താവ് ശിരസും ഭാര്യ ശരീരവുമാണ്. ഈ വലിയൊരു ബന്ധം, ഈ ബന്ധത്തെ അങ്ങനെ വേർതിരിച്ച് കാണാൻ കഴിയും. ശരീരത്തെ മഹത്വപ്പെടുത്തുക, ശിരസിനെ ഉയർത്തിപ്പിടിക്കുക, അതുവഴി ആർക്കാണ് പ്രയോജനമുള്ളത്? ശരീരത്തിനാണ് പ്രയോജനമുള്ളത്. അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ വേണം അതിനെ കാണുവാൻ. അല്ലാതെ ഒരു യജമാന ദാസ്യ ബന്ധത്തിൽ അതിനെ കണ്ടുകഴിഞ്ഞാൽ അത് തെറ്റാണ്. അതല്ല ബൈബിളിന്റെ പശ്ചാത്തലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സ്ത്രീകൾക്ക് ഒരു ധാരണയുണ്ട്, ഭർത്താക്കന്മാർ നല്ല ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് എന്നാ പറഞ്ഞാലും ഇയാൾ കേൾക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്ത
ചില സ്ത്രീകൾക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വായി തോന്നിയതൊക്കെ ഭർത്താവിനോട് ചിലപ്പോൾ തട്ടിക്കേറി സംസാരിക്കും. പക്ഷേ പുരുഷന്മാരെ അവരെ സംബന്ധിച്ചിടത്തോളം, ഒരിക്കലും ഞാനൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ഭർത്താവിന്റെ ഭാഗത്ത് വന്ന തെറ്റിന്റെ പേരിലാണ് ഭാര്യ അയാളെ പൂരം തെറി പറയുകയാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഭാര്യ ഈ ചീത്തയെല്ലാം പറയുമ്പോൾ തട്ടിക്കേറി സംസാരിക്കുമ്പോൾ ഭർത്താവ് കീഴോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇയാൾക്ക് ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവിടെ തെറി പറയുന്നത്. പക്ഷെ ഇയാൾ ഒരു വാക്ക് പോലും എതിർത്ത് മിണ്ടുന്നില്ല. അപ്പൊ ഭാര്യ ചിന്തിക്കുന്നതിനറിയാവോ, കണ്ടോ ഞാൻ പറഞ്ഞിട്ട് ഒരു അക്ഷരം പോലെ അയാൾ മിണ്ടിയോ ഇല്ല. അതിനർത്ഥം ഞാൻ പറഞ്ഞതൊക്കെ ശരിയാന്നല്ലേ. ഏതായാലും ഇന്നെങ്കിലും എല്ലാ കാര്യവും അയാളോട് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാളൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് മിക്കവാറും അയാളിൽ ഒരു ചേഞ്ച് ഉണ്ടാകും എന്ന്. ഒരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. അയാൾ എന്താ മനസ്സിൽ കരുതിക്കുന്നറിയാവോ? അയാൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? മിണ്ടിയാൽ ഉള്ള ബഹുമാനം കൂടെ പോകും. അതുകൊണ്ട് അയാൾ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് ഭർത്താവ് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്നതുകൊണ്ടല്ല. മിണ്ടിക്കഴിഞ്ഞാൽ പിള്ളേരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഉള്ള റെസ്പെക്റ്റും കൂടെ നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അയാൾ മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ അയാളുടെ മനസ്സിൽ വരുന്നത്, ഇവൾ ഒരു കാലത്തും എന്നെ ബഹുമാനിക്കാറില്ല, ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയും ഇവൾ കൽപ്പിക്കാറില്ല. ഈ ഒരു ചിന്തയായിരിക്കും ഭർത്താവിനുണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ രീതിയിൽ ഒരു ഭർത്താവ് ഭാര്യയെ തല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ സ്ത്രീകൾ എന്താ ചെയ്യുക? അവര് അന്നാരം മുതൽ തന്നെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി അന്നത്തെ ദിവസം അവർ ആരെയെല്ലാം കാണുന്നു അവരോടൊക്കെ വിളിച്ചു പറയും, എന്നെ തല്ലിയേ, എന്നെ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. അങ്ങനെ ഓരോരുത്തരോടും വിളിച്ചു പറഞ്ഞ് വൈകുന്നേരം വരെ കരഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പ്രീസറോൺ. എന്നാൽ ഒരു ഭാര്യ ഭർത്താവിനെ തല്ലട്ടെ, അയാൾ ഒരു മനുഷ്യനോടും മിണ്ടിയല്ലേ. കാരണം ഏതെങ്കിലും ആണുങ്ങൾ ഭാര്യ തല്ലിക്കഴിഞ്ഞാൽ ഒരോടും പറയുമോ? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ബഹുമാനോടെ പോയില്ലേ. അതുകൊണ്ട് ആണുങ്ങൾ ഇതിങ്ങനെ വിഴുങ്ങിക്കൊണ്ട് നടക്കും. നിങ്ങൾ നോക്കിക്കോ, പുരുഷന്മാർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉള്ളത്, പെണ്ണുങ്ങൾക്ക് എവിടെ ഹാർട്ട് അറ്റാക്ക് ഇരിക്കുന്നത്? സ്ഥലമാണ്. ഹല്ലേലൂയ. വളരെ ചുരുക്കമാണ്. അത് വേറെ നിറയെ കാര്യങ്ങളുണ്ടായിരിക്കും. പ്രഷർ രോഗികളെല്ലാം മിക്കവാറും ആണുങ്ങളാണ്. സ്ഥലമാണ്. എന്താ കാരണം? അവർ ഈ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ഈ ടെൻഷനൊക്കെ അവർ ഉള്ളിക്കടന്നിട്ട് ആരോടും പറയാൻ പറ്റാതെ അവരിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു ഭർത്താവ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചത് 5 കൊല്ലം മുമ്പുണ്ടായ ഭാര്യതുണ്ടായ ഒരു മുറിവേറ്റ സംഭവമാണ്. 5 വർഷമായതാണ്. അയാൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഇങ്ങനെ ഫ്രീ ആയി ഇരിക്കുന്ന സമയത്ത് അയാൾ അവസാനം ഷെയർ ചെയ്തു. അയാളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകണം കണ്ണീരിൽ നിന്ന്. ഈ 5 വർഷമായി ഈ മനുഷ്യൻ ആരോടും പറയാതെ ഉള്ളിലിങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇത് പല സ്ത്രീകളും മനസ്സിലാക്കണം. ഒട്ടേറെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കും, അയാളോട് എന്നാ പറഞ്ഞ അളിക്കണം ഇപ്പുണ്ടല്ലോ. പക്ഷെ അവരുടെ ഉള്ളിൽ ഭയങ്കരമായ ടെൻഷനും വേദനയും പ്രയാസവും. ആരോട് പരാതി പറയും? അവരങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും പറയല. സാധാരണ പുരുഷന്മാർ പറയല. അവരിങ്ങനെ സഹിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ഇത് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് ഗുണം? ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുകയും അയാളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന വഴി പ്രതിഫലം നൽകുന്ന ദൈവമാണ്. അവിടെ സ്വർഗം തുറക്കപ്പെടുകയും ദൈവത്തിന്റെ അനുഗ്രഹം വാരിക്കൊലിച്ചിരിക്കുകയും ചെയ്യും. നമ്മൾ എത്രയോ വലിയ കാര്യമായി നമ്മൾ പൊതിഞ്ഞു സൂക്ഷിച്ചാലും അതൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവത്തെ അനുസരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ മുമ്പിൽ
അതിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് ദൈവത്തെ അനുസരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്, കുട്ടികളെ കേന്ദ്രമാക്കി അല്ല കുടുംബം പോകേണ്ടത്, ഭാര്യയും ഭർത്താവും നമ്മുടെ ബന്ധത്തെ കേന്ദ്രമാക്കിയാണ്. ഈ ബന്ധമാണ് ഒന്നാമത്തെ ബന്ധം. ഇതാണ് ഒരിക്കലും പൊട്ടിക്കല്ലേ എന്ന് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടുപേർ കൂടി ആരംഭിച്ച ഈ ജീവിതം കാലങ്ങൾ കഴിയുമ്പോൾ മക്കളുമൊക്കെ അവരുടെ വഴിക്ക് പോകും. നിങ്ങൾ വീണ്ടും രണ്ടുപേർ ഒരുമിച്ചാവും. രണ്ടുപേരിൽ തുടങ്ങി രണ്ടുപേരിൽ അവസാനിക്കുന്നു. ബാക്കിയെല്ലാം തെറിച്ചു പോകും. ഈ ഒരു ബന്ധം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ബന്ധത്തെ വളർത്തി വലുതാക്കുക എന്നതാണ്. വേറെ എന്താ ലക്ഷ്യം? ഈ ബന്ധം വളരുക, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കും, കുറെ പണം ഉണ്ടാക്കിയതുകൊണ്ട് എന്താ കാര്യമുള്ളത്? നിങ്ങളുടെ കുടുംബജീവിതം മുഴുവനും ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാതെ ജീവിതത്തിൽ മുഴുവനും ഈ തമ്മിൽ തല്ലിപ്പിടിച്ചും വഴക്കിട്ടും മുന്നോട്ട് പോയി തുടങ്ങി. എന്ത് നിങ്ങൾ നേടി? ഇത് ആർക്ക് വേണം? എന്ത് പ്രയോജനമുണ്ടായി എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പരമപ്രധാനമായ ലക്ഷ്യം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് ഇതിന്റെ മുമ്പിൽ ബാക്കിയുള്ളതെല്ലാം രണ്ടാം കടയിലാണ്. ജോലി, മറ്റെല്ലാം, കാശ്, ഇതെല്ലാം രണ്ടാം കടയിലാണ്. ഇത് പൊടിഞ്ഞോ അവിടെ തൊട്ട് എല്ലാം തെറ്റി. വേറെ നമ്മൾ എവിടെ പിടിച്ചാലും കിട്ടുകയില്ല, എല്ലാം തെറ്റി. അറിയാം. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളതല്ല, നമ്മുടെ ജോലിയും നമ്മുടെ അധ്വാനവും നമ്മൾ എന്തെല്ലാം നേടുന്നു അത് മുഴുവനും ഈ ഒരു ബന്ധം, അതിന്റെ ഉയർച്ചയും വളർച്ചയും ആ ബന്ധത്തിന്റെ തീവ്രതയും ആ ബന്ധത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനുമാണ്, അതിനാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അതിനപ്പുറത്ത് വേറെ എന്ത് ക്രെഡിറ്റാ വേണ്ടത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ബന്ധം ദൈവം മനുഷ്യനുമായി നടത്തിയ ഉടമ്പടി ബന്ധത്തിന്റെ നിഴലാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ പരിപാവനമായ ഈ സ്നേഹം, ഇതിന്റെ രൂപമാണ് ഈ വിവാഹ ബന്ധമെന്ന് മനസ്സിലാക്കി ദൈവമനുഷ്യ ബന്ധത്തെ മനസ്സിലാക്കാൻ ഈ ഒരു വിവാഹം എന്ന ഉടമ്പടി ബന്ധത്തിനപ്പുറത്ത് മറ്റൊരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ബന്ധത്തെ പരിപാവനമായി കാണുവാൻ, അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ബന്ധത്തിനൊപ്പം ബാക്കി എന്തെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ദൂരെ കളയണം. ഇതാണ് വലുത്, ഇതാണ് വലുത്. ചില സ്ത്രീകൾ വിചാരിക്കും ഭർത്താവിനെ താഴ്ത്തി കെട്ടിക്കഴിഞ്ഞാൽ പിള്ളേരുടെ സേവനം കിട്ടുമെന്ന്. പൊട്ടത്തരമാണ്. എന്തു സേവം? ചില ഭർത്താക്കന്മാർ ചിന്തിക്കുന്നു ഭാര്യ പോയാലും കുഴപ്പമൊന്നുമില്ല, ഒരു അപ്പനൊന്നും ഒരു കുഞ്ഞിനെ അങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തെ അനുസരിക്കുന്നതിലാണ് കുഞ്ഞുങ്ങളുടെ ഫോർമേഷൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധം ഇതാ ആ ബന്ധത്തിന്റെ അകത്ത് ക്ഷമിക്കുകയും പൊറുക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ മാത്രമാണ് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിച്ച ഈ സ്നേഹം മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഭാര്യയ്ക്ക് എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയും? ഭർത്താവിനെ എങ്ങനെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മാതൃക, നമ്മുടെ മോഡൽ യേശുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. യേശു എങ്ങനെയാണ് തന്റെ മണവാട്ടിയായ മനുഷ്യനെ, സഭയെ സ്നേഹിച്ചത് എന്ന് ബൈബിളിൽ ഉടനീളം നമ്മൾ നോക്കി മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ മണവാട്ടിക്ക് വേണ്ടി അവിടുന്ന് സ്വജീവൻ ബലി കഴിച്ചു. തനിക്കുള്ളത് മുഴുവനും നൽകി, തന്നെ തന്നെ നൽകി, തന്റെ ജീവനും രക്തവും എല്ലാം നൽകി, സർവ്വതും നൽകി. തന്റെ മണവാട്ടിയുടെ തെറ്റുകളെ
അവിടുന്ന് ഏറ്റെടുക്കുകയും അവിടുന്ന് അതിന് പരിഹാരം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തന്റെ മണവാട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ യേശുവാണ് നമ്മുടെ മാതൃക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കുടുംബജീവിതത്തിലും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സ്ഥാനത്ത് വേറെ പലതും കയറ്റിവെച്ചിട്ടുണ്ട്. അത് വളരെ അപകടകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്ന പല സ്ത്രീകളും അവരെ ഇവിടെ വന്ന് പലതും നല്ല ജോലിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ജോലിയിലൂടെ പണം കിട്ടുന്നു. പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കയറി വരും. നാട്ടില് എന്റെ അപ്പൻ അങ്ങനെയാണല്ലോ, അമ്മ ഇങ്ങനെയാണല്ലോ, സഹോദരങ്ങൾ ഇങ്ങനെയാണല്ലോ, അപ്പൊ അവരോടൊരു അനുകമ്പയല്ല അവിടെ കയറിയിട്ട്. എന്നാൽ ഇവിടെ ഞായറാഴ്ച ആയാലും തിരക്കേടില്ല, പോത്തുപോലെ ജോലി ചെയ്ത് കുറെ കാശുണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിക്കും സ്നേഹബന്ധത്തിന്റെ ഭാഗമാണ്. പക്ഷെ മനസ്സിലാക്കുക, നിന്റെ കുടുംബജീവിതത്തിന്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തില് അതിന്റെ ഷെയറിങ്ങിലും ഒക്കെ തകരാർ ഉണ്ടാകാൻ ഇടയാകത്തക്കവണ്ണം ജോലിയിൽ വ്യാപൃതരാകുകയും അതിനകത്ത് കുറെ കാശുണ്ടാക്കി ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ വിചാരിക്കുന്നത് ദൈവമുമ്പാകെ ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് എത്രയോ വലിയൊരു നഷ്ടമായിരിക്കും കുടുംബജീവിതത്തിൽ സംഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി അവിടെ കൊടുത്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയി അങ്ങോട്ട് എഴുന്നള്ളി കഴിയുമ്പോൾ ഒരെണ്ണോ വീട്ടിൽ കയറ്റിയല്ല. ഒരിക്കലും ഒരു സഹോദരി വന്നിട്ട് ഡിവൈനിൽ താമസിച്ചിട്ട് മടങ്ങിപ്പോയി. മൂത്ത സഹോദരൻ പറഞ്ഞു, നീ കൊടുത്തതല്ലേ, അനിയനല്ലേ, അവിടെ പോയി കിടക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ ചെന്ന് പറഞ്ഞു, നീ മൂത്ത ആൾക്കല്ലേ കൊടുത്തു, അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഇവളുടെ ജീവിതമോ ഈ കൊടുപ്പലെല്ലാം കാരണം ഭർത്താവുമായിട്ട് പിണങ്ങിയത്. അങ്ങനെ ഇവളെന്ത് നേടി? എന്നിട്ട് അവസാനം എന്റെ പങ്കപ്പാടും കുരിശു പറയണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇത് ആർക്കു വേണ്ടി കുരിശു പറഞ്ഞ് നടത്തുക? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ഡ്യൂട്ടിയാണിത്. ദൈവം മരണം വരെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന ഈ ബന്ധത്തെ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാല് ഇത് ദൈവ മനുഷ്യ ബന്ധത്തിന്റെ രൂപമാണ്. ദൈവത്തെ മനസ്സിലാക്കുന്ന രൂപമാണ് ഈ ഉടമ്പടി ബന്ധം. ഈ ഉടമ്പടി ബന്ധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഉടമ്പടി ബന്ധത്തിന്റെ ഒപ്പം പലതും കയറ്റിവെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര കുടുംബങ്ങളിലും ഈ ഭാര്യാഭർത്തൃ ബന്ധം ഉടഞ്ഞതിന് ഫലമായി മക്കളുടെ സ്വഭാവം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. മയക്കുമരുന്ന്, അടിമത്തം, മാനസിക രോഗങ്ങൾ, ഇതൊക്കെ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ബന്ധത്തിന്റെ പരിപാവനത അത് വിശുദ്ധമാണ്, അത് ഉന്നതമാണ്, അത് കൈമുട്ടി പിടിച്ചു നിൽക്കേണ്ട ഒന്നാണ്. ഈ ബന്ധത്തിന് തകരാറുണ്ടാകുന്ന യാതൊന്നും എന്റെ കുടുംബത്തിലുണ്ടാകാൻ ഇത് സമ്മതിക്കില്ല. അതെപ്പോഴും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ ബന്ധത്തെ ഇത് ബാധിക്കുമോ? എങ്കിൽ ഞാനില്ല. 10 രൂപ കിട്ടുന്നൊരു കാര്യമായിരിക്കാം, പക്ഷെ ഞാനില്ല. ഈ ബന്ധത്തെ ഇത് ബാധിക്കുമെങ്കിൽ, കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന കാര്യമാണ് തലമുറകളെ നശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബന്ധത്തെയാണ് ബഹുമാനത്തോടെ കാണേണ്ടത്. അല്ലെങ്കിൽ ഒരു കൊച്ചിനോടുള്ള വില കുറഞ്ഞൊരു സ്നേഹം കാണിച്ചതുകൊണ്ട് അതല്ല പ്രധാനപ്പെട്ടത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് വിലപ്പെട്ടത്. എനിക്കെന്റെ ഭർത്താവിനെ ബഹുമാനിക്കണം, എനിക്കെന്റെ ഭാര്യയെ സ്നേഹിക്കണം, അവളെ എനിക്ക് കേൾക്കണം, ദിവസവും ഷെയർ ചെയ്യുവാൻ, തുറന്ന് സംസാരിക്കാൻ, പങ്കുവയ്ക്കാൻ അതിനോട് സമയമുണ്ടാകണം, അതിന് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കൈകളെ ആരാവണം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹം ആഴത്തിൽ മനസ്സിലാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി അവിടുന്ന് എനിക്ക് നൽകിയ ഈ കുടുംബ ബന്ധത്തെ ഞാനിതാ സ്വീകരിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.